ചില ക്വസ്റ്റ്യനുകളൊക്കെ നമ്മൾ എന്താ വെച്ചാൽ ആദ്യത്തെ ഒരു ഇത് നമ്മൾ അവർക്ക് ഗസ്റ്റ് ആയിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് നമ്പർ ശരിക്കും ഒരു ഗസ്റ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്തു, ഏതായിരുന്നു ഓപ്ഷൻ കൊടുത്തിരുന്നത്? 3 ആയിരുന്നു ഓപ്ഷന്. നമ്മൾ 3 ആണ് കൊടുത്തിട്ടുള്ളത്. 3 മൂന്നാമത്തെ പൊസിഷനിലുള്ള ബട്ടണാണ് നമ്മൾ ഓപ്ഷനായി കൊടുത്തത്. മൂന്നാമത്തെ പൊസിഷൻ. അപ്പം അതിൽ നമ്മൾ ഗസ് വർക്ക് അല്ല, ആക്ച്വലി കറക്റ്റ് ലോജിക് തന്നെയാണ്. കാരണം 75/3 എന്ന് പറയുമ്പോൾ റിമൈൻഡർ 0 ആണ്. അപ്പം അല്ല, നമ്മള് 75 പ്ലസ് 2 ബട്ടണ് 2 വന്നോണ്ട് നമ്മളത് ജസ്റ്റ് ഗസ് ആയി. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ മാത്രം ഗസ്റ്റ് കൊടുത്തു. അപ്പോൾ ആൻസർ ഏതായിരുന്നു? 3. ഓക്കെ, ഇനി അടുത്ത ലോജിക് മുതൽ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പ്രീവിയസ് ആൻസർ, കാരണം ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രീവിയസ് ആൻസർ ഉണ്ടാവില്ല, അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഗസ്റ്റ് കൊടുത്തത്. അപ്പോൾ ഇതിൽ പ്രീവിയസ് ആൻസർ ഇല്ലാത്തതുകൊണ്ട് ആദ്യത്തെ നമ്മൾ ഗസ്റ്റ് ആയി കൊടുത്തു. നേരത്തെ ആൻസർ 3 ആയിരുന്നു. ഇപ്പോൾ 76 + 3 79 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. അപ്പോൾ നമ്മൾ +1, അതായത് രണ്ടാമത്തെ പൊസിഷനിലെ വാല്യൂ എന്ന് പറയുന്നത് 1. ഓക്കെ, കൺഗ്രാറ്റ്സ് അൻഷദ്, ഞാൻ ഇവിടുന്ന് ഒരു കൺഗ്രാറ്റ്സ് തരാണ്. 1. അപ്പോൾ നേരത്തെ ആൻസർ 1 ആയിരുന്നു. അടുത്തെന്ന് പറയുമ്പോൾ 1 + 77 അല്ലേ? 1 + 77 എന്ന് പറയുന്നത് 78. 78ന് നമ്മൾ 3 ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0 ആണ് റിമൈൻഡർ. 0 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പൊസിഷൻ. അപ്പോൾ 7. ആ നമ്പർ ഓർത്ത് വെക്കണേ. ഇപ്പോഴത്തെ ആൻസർ 7 ആണ്. അപ്പോൾ ഇനി അടുത്തത് നിങ്ങൾക്ക് ഇനി ഞാൻ പറയണ്ട, നിങ്ങൾക്ക് തന്നെ ഓൾമോസ്റ്റ് എൻ്റെ ലോജിക് കിട്ടിയിട്ടുണ്ടാവും. 78 + 7 അത് 85. 85 നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ 1 കിട്ടും. 1 + 1 2 സെക്കൻഡ് പൊസിഷൻ, അത് 0. ഇനി ഓക്കെ, അപ്പോൾ ഇനി 0 + 79 എന്ന് വെച്ചാൽ 79 തന്നെ. അപ്പോൾ 79 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അഗൈൻ 1 കിട്ടും. പിന്നെ സെക്കൻഡ് പൊസിഷൻ 1. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിലെ ഏറ്റവും കോംപ്ലക്സ് ആയി നമ്മൾ ചെയ്ത ലോജിക്. അത് പ്രീവിയസ് ആൻസർ, ബോക്സ് നമ്പർ എല്ലാം കൂടി വെച്ചൊരു കേസ്. ഇത് നമ്മൾ ആകെ 1-2 ആളുകൾക്ക് മാത്രം കൊടുത്തിട്ടേ ഉള്ളൂ. എന്തായാലും ഇതായിരുന്നു ഇതിലെ ഒരു ടഫസ്റ്റ് എന്ന് പറയാവുന്ന ഒരു കേസ്. ഇനി നമുക്ക് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനും കൂടി നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി ലോജിക്കിലേക്കും ബാക്കി കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം. അതെ, കാരണം വെച്ചാൽ നമ്മളിത് ഓൾറെഡി ഇത് വർക്ക് ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഒരു ആസ് എ സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് കമ്പനി, ഡെവലപ്പിംഗ് ട്രെയിനിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക്ഔട്ട് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലോജിക് ബിൽഡിങ്ങിനായിരുന്നു. അത് ഡിഫറെൻറ്റ് വേയിൽ തിങ്ക് ചെയ്യുക, ഈ ഒരു തിങ്ക് ഔട്ട് ഓഫ് ദി ബോക്സ് സംഗതി. ഇത് ഇൻസൈഡ് ദി ബോക്സ് ആണ് നമ്മുടെ ഗിഫ്റ്റ് എങ്കിലും തിങ്ക് ഔട്ട് ഓഫ് ദി ബോക്സ് ആണ് ആക്ച്വലി ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ഈസിയസ്റ്റ് മെത്തേഡും കൂടി നമുക്ക് അടുത്തായിട്ട് റിവീൽ ചെയ്യാം.